ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സൈനിങ്ങുകൾ ഒന്നും നടത്തേണ്ടതില്ല എന്ന തീരുമാനം ക്ലബിന്റെ പ്രസിഡന്റായ പെരസ് എടുത്തിട്ടുണ്ട്. സ്ക്വാഡ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി പുതിയ താരങ്ങളെ കൊണ്ടുവരില്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഒരു മധ്യനിര താരത്തെ റയലിന് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. സാബി അലോൺസോക്ക് മികച്ച ഒരു മധ്യനിര താരത്തെ ആവശ്യമുണ്ട്. പക്ഷെ ഈ സമ്മറിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. ഫ്രാങ്കോ മസ്റ്റാൻഡോനോയെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും റയൽ മാഡ്രിഡ് നടത്തുക. കൂടാതെ അക്കാദമി താരമായ തിയാഗോ പിറ്റാർക്ക് കൂടി അവിടെയുണ്ട്. ഇതിനിടെ ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മാധ്യമമായ മെയിൽ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ക്രിസ്റ്റൽ പാലസിന്റെ ഇംഗ്ലീഷ് മധ്യനിര താരമായ ആദം വാർട്ടനെ ഇപ്പോൾ റയൽ മാഡ്രിഡ് കാര്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഡെയിലി മെയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ക്രിസ്റ്റൽ പാലസിന് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ ഒരു യുവതാരം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ താരത്തെ നിരന്തരം ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ സ്കൗട്ടിംഗ് ടീം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസിന്റെ സ്റ്റേഡിയത്തിൽ അവരുണ്ടായിരുന്നു ഈ താരത്തിന്റെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടി. ഈ താരത്തെ ലിസ്റ്റിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമ്മറിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. പക്ഷെ ഭാവിയിൽ റയൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് ആദം വാർട്ടൻ ആണ് എന്നാണ് ഡെയിലി മെയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ റയലിന് മാത്രമല്ല പല ക്ലബ്ബുകൾക്കും താല്പര്യമുള്ള ഒരു താരമാണ് ആദം. ഏതായാലും ഭാവിയിൽ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഈ ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ടി സ്പാനിഷ് ക്ലബ്ബ് നടത്തിയേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.